മലപ്പുറത്തിന് പ്രത്യേകിച്ച് ഗൈനക്കോളജിസ്റ്റുകളുടെയോ അല്ലെങ്കിൽ ലേബർ റൂമുകൾ, ഹോസ്പിറ്റലുകൾ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. സ്വയം അവിടെ പ്രസവവും കാര്യങ്ങളും ഒക്കെ എടുക്കാൻ മാത്രം അവർ പ്രാപ്തരായിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. എത്രമാത്രം നമ്മുടെ കേരളത്തിൽ ടെക്നോളജി ഒക്കെ വർദ്ധിച്ചു എന്ന് നോക്കൂ. നോക്കൂ, മാനുവലി ഒരു ഒരു ടെക്നോളജിയുടെയും സഹായമില്ലാതെ ഒരു എക്യുപ്മെന്റും ഇല്ലാതെ വേണമെങ്കിൽ ഷേവിംഗ് ബ്ലേഡ് കൊണ്ടൊക്കെ നമുക്ക് സുഖമായി പ്രസവം എടുക്കാം. എന്താ അല്ലേ? ടെക്നോളജി വളർന്നു എന്നുള്ളത് ആരെ മനസ്സിലാക്കേണ്ടത്? നമ്മളിത് പരസ്പരം നമ്മൾ ചർച്ച ചെയ്യുന്നു. കേരളത്തിൽ ടെക്നോളജി വളർന്നു, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്. ഇത് മനസ്സിലാക്കേണ്ടവർക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരു ബോധവൽക്കരണമൊക്കെ ഇതുപോലെയുള്ള ഇത്തരം ആൾക്കാരുടെ ഇടയ്ക്ക് എങ്ങനെയാണ് നടത്തേണ്ടത്? ഇത് വളരെ ആവശ്യമാണ്, അത് നടത്തുകയും വേണം. അതിന് കാരണം സയൻസ് ആൻഡ് സ്പിരിച്വാലിറ്റി ഇവ രണ്ടും യുദ്ധം ചെയ്യുന്ന കാര്യങ്ങളല്ല, ഇവ പരസ്പര പൂരകങ്ങളാണ്. ടെക്നോളജിയും ആത്മീയതയുടെ ഭാഗങ്ങൾ തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റും ഇല്ല. നമ്മൾ ഇന്ന് ടി വി ഉപയോഗിക്കുന്നു, ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നു, മൊബൈൽ ഉപയോഗിക്കുന്നു, ഇതൊന്നും നമ്മുടെ വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ ഇല്ലല്ലോ. അപ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജി മുമ്പോട്ട് പോകും. ഇതിനെ ആത്മീയതയുമായി ചേർത്ത് നിർത്തി സ്വായത്തമാക്കി സിനർജൈസ് ചെയ്ത് മുമ്പോട്ട് പോവുകയാണ് നമ്മളെല്ലാം വേണ്ടത്. അത് ഞാനൊരു മതവിശ്വാസിയാണ്, ആത്മീയ വിശ്വാസിയാണ്, ദൈവവിശ്വാസിയാണ്. നമ്മുടെ ഭാഗത്തു നിന്നാണ് ആ ഇനിഷ്യേറ്റീവ് ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് ശാസ്ത്രത്തെയും സയൻസ് ആൻഡ് ടെക്നോളജിയെ അകറ്റി നിർത്തുന്ന ഒരു സമീപനം നമ്മൾ എടുക്കരുത്. തീർച്ചയായും അത്തരം വിശ്വാസങ്ങളെ നമ്മൾ എടുക്കരുത് എന്ന് പറയുമ്പോഴും മലപ്പുറത്ത് സംഭവിച്ചിരിക്കുന്നത് ഒരു തരത്തിലും നമുക്ക് ന്യായീകരിക്കാൻ സാധിക്കുന്ന ഒന്നല്ല. അവിടെ ഒരു പ്രസവത്തിനിടെ അവരവിടെ മരിക്കുന്നു, അല്ലെങ്കിൽ ഡോക്ടർമാർ പോലും പറഞ്ഞത് കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിച്ചിരുന്നുവെങ്കിൽ ജീവൻ രക്ഷിക്കാമായിരുന്നു എന്നുള്ള ഒരു കാര്യമാണ്. അവരതിന് മുതിർന്നില്ല. പകരം കേട്ടാൽ നമുക്ക് ഭയം തോന്നും, പ്രസവത്തിനൊക്കെ മന്ത്രവാദം ഉപയോഗിക്കുക എന്നുള്ളത്. അങ്ങനെ ഒരു മന്ത്രവും ഇല്ല. പ്രാർത്ഥിക്കണം, ഒരു സംശയവും വേണ്ട. ദുആ എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ പ്രാർത്ഥന, പ്രേയർ എന്ന് പറയുന്നുണ്ട്. പക്ഷേ താൻ പാതി ദൈവം പാതി, ആദ്യ പകുതി തന്റെയാണ്. ആ താനെന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോകണം, കാര്യങ്ങളെല്ലാം നോക്കണം, അതോടൊപ്പം പ്രാർത്ഥന. ആദ്യം പ്രാർത്ഥനയും പിന്നീട് ശാസ്ത്രവുമല്ല, ആദ്യം ശാസ്ത്രവും പിന്നീട് പ്രാർത്ഥനയും. ഈ ഓർഡർ നമുക്ക് തെറ്റിപ്പോകുന്നത്. അവിടെയാണ് ഇത്തരം അന്ധവിശ്വാസങ്ങൾ നമ്മൾ പെട്ടുപോകുന്നത്. എല്ലാ മതവിശ്വാസികളും ഇത്തരം അന്ധവിശ്വാസങ്ങളിൽ പെട്ടുപോകാറുണ്ട്. ഞാനൊരു ശക്തമായ വിശ്വാസിയാണ്. എങ്ങനെയാണ് വിശ്വാസവും അന്ധവിശ്വാസവും എന്ന് സിമ്പിളായി ഞാൻ നിർവചിക്കാം. അതായത്, ഞാൻ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് പേന പൂജിച്ചിട്ടാണ് പോകുന്നത്. പേന പൂജിച്ചാണ് ഞാൻ പരീക്ഷയ്ക്ക് പോകാറുള്ളത്. ഒരുപാട് പേര് പോകുന്നുണ്ട്. ഞാൻ ഒരു 10 രൂപ ഒരു അമ്പലത്തിൽ കൊടുത്ത് പേന പൂജിക്കുന്നത് വിശ്വാസം. പക്ഷേ ഞാൻ ഒരു 100 രൂപ കൊടുത്ത് മുട്ട പൂജിച്ച് എന്റെ സുഹൃത്തിന്റെ ബാഗിൽ ഇടുന്നത് അന്ധവിശ്വാസം. ഇത്രയാണ് വ്യത്യാസം. അതായത്, ഞാൻ പൂജിച്ച് പരീക്ഷയ്ക്ക് എഴുതുന്നത് വിശ്വാസം, പക്ഷേ മുട്ട പൂജിച്ച് ഓരോരുത്തന്റെ ബാഗിൽ ഇടുന്നത് അന്ധവിശ്വാസം. ഈ വ്യത്യാസം ഓർത്തിരുന്നാൽ മതി. പക്ഷെ അത് നമ്മൾ മുട്ട ബാഗിൽ വയ്ക്കുന്നു എന്നുള്ള ഒരു ഉദാഹരണം നമുക്കൊക്കെ. ഇവിടെ ചെയ്തിരിക്കുന്നത്, ഈ നേരത്തെ നമ്മൾ ഇതുപോലെ ഒരു മലപ്പുറത്ത് നിന്ന്, എനിക്ക് തോന്നുന്നു തിരൂരിൽ നിന്ന് വീട്ടിൽ പ്രസവം എടുത്ത ശേഷം ജനന സർട്ടിഫിക്കറ്റിനായി വാർത്തകളിൽ വന്നതും കോലാഹലം സൃഷ്ടിച്ച ഒരു ദമ്പതികളെ നമ്മൾ കണ്ടതാണ്. ആ കുഞ്ഞിന്റെ ഭാവി എന്താകും എന്നുള്ള കാര്യത്തിലാണ് ആശങ്ക. ഇവിടെയും അത് തന്നെ സംഭവിക്കുന്നു. ഈ ജനിച്ചു വീഴുന്ന ഒരു കുഞ്ഞിന് കിട്ടേണ്ടുന്ന കുറച്ചു ബേസിക്സ് അവകാശങ്ങളുണ്ട്. കുറച്ച് ആദ്യത്തെ അത് അമ്മയിൽ നിന്ന് കിട്ടണം, അല്ലെങ്കിൽ അതിന്റെ ഒരു പരിപാലനം സംഭവിച്ച് കേരള നമ്പർ 1 എന്ന് പലയിടത്തും നമ്മൾ പറയുമ്പോഴും എന്തുകൊണ്ടോ ഇത് ഇടതുപക്ഷം അല്ലെങ്കിൽ നമ്മുടെ സർക്കാർ ഈ വിഷയത്തിൽ ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് അറിയുന്നു, എങ്കിലും ഒരു നടപടി കർശനമാകുന്നു എന്ന് തോന്നുന്നില്ല. കർശനമായ നടപടി തന്നെ വേണം. അതായത്, എല്ലാ മതങ്ങളിലും ഇതുണ്ട്. പക്ഷേ വിശിഷ്യ നമ്മുടെ മുസ്ലിം സഹോദരന്മാരിൽ ഈ അൾട്രാ കൺസർവേറ്റീവ്, എസ്പെഷ്യലി സ്ത്രീകളുമായി സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ കുറച്ച് അൾട്രാ കൺസർവേറ്റീവ് ആൾക്കാരുണ്ട്. പരിശുദ്ധ ഇസ്ലാമിന്റെ സ്ത്രീയെ സംബന്ധിച്ചുള്ള നിലപാടുകൾ പലതും നല്ലതാണ്. അതിൽ പറയുന്നത് തന്നെ ആദ്യം പുരുഷനോട് അവന്റെ കണ്ണിന് മിതത്വം വേണമെന്നാണ്. എന്നിട്ടാണ് പറയുന്നത് സ്ത്രീയുടെ വസ്ത്രത്തിന് മിതത്വം വേണം. അതെല്ലാം ശരിയാണ്. എന്നാൽ പ്രാക്ടീസിലേക്ക് വരുമ്പോൾ ചില ആൾക്കാർ ഓവർ കൺസർവേറ്റീവ്, ഓവർ ഓർത്തഡോക്സ് ആകുന്ന ഒരു ആസ്പെക്ട് ഉണ്ട്. അതിന്റെ ആവശ്യമില്ല. അവിടെയാണ് മഹാത്മാഗാന്ധിയോട്, നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയോട് ഈ ഫുള്ള് മൂടിയിരുന്ന പർദ്ദയെ കുറിച്ച് ഒരു അഭിപ്രായം ചോദിക്കുന്നുണ്ട്. അപ്പൊ മഹാത്മാഗാന്ധി പറയുകയാണ്, അന്നത്തെ കാലത്തെ ഏറ്റവും വലിയ ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വേണ്ടി വാദിച്ച, മുസ്ലിം സെന്റിമെന്റ്സ് റെസ്പെക്ട് ചെയ്ത മഹാത്മാഗാന്ധി പറയുന്നുണ്ട്, പരിശുദ്ധ ഖുറാൻ പോലും മിതത്വമേ പറയുന്നുള്ളൂ, ഇന്ന പ്രത്യേക ഡ്രസ് കോഡ് വേണമെന്ന് പറയുന്നില്ല. അപ്പോൾ മിതത്വം നല്ലതാണ്, ആണിനും വേണം വേണം. പക്ഷെ നമ്മൾ ഓവർ ആക്കിയാലേ ഇനിയും വരുന്നൊരു മുസ്ലിം തലമുറ മുസ്ലിം വിഭാഗത്തോടും വിശ്വാസത്തോടും തന്നെ പുറത്തിരിഞ്ഞ് നിൽക്കും. നോക്കുക, നമ്മുടെ നാട്ടിലെ ഏറ്റവും മികച്ച
മുസ്ലിം നേതാക്കളിലുണ്ട്. എല്ലാവർക്കും സ്വീകാര്യനായ നേതാക്കളിലൊന്ന് ഒരു ഡോക്ടർ മുനീറാണ്. മുനീർ സാറ് ഏറ്റവും നല്ല വിശ്വാസിയാണ്, പണ്ഡിതനാണ്, അദ്ദേഹം ഒരു ഡോക്ടറാണ്. ഫസൽ ഗഫൂർ സാർ MESന്റെ സ്ഥാപകനായ ഗഫൂർ സാറിന്റെ മകൻ ശ്രീ ഫസൽ ഗഫൂർ സാറാണ് ഇപ്പൊ MESനെ ലീഡ് ചെയ്യുന്നത്. ഫസൽ ഗഫൂർ സാർ ഒരു ഗംഭീര ഡോക്ടറാണ്. അപ്പോ വൈദ്യശാസ്ത്രത്തിന്റെ മുന്നോട്ടുള്ള കാര്യങ്ങളെ സ്വായത്തമാക്കിക്കൊണ്ട് തന്നെ മുമ്പോട്ട് പോകണം. നമ്മുടെ നാട്ടിൽ ഓർക്കണം, ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു വനിതാ ജഡ്ജി സുപ്രീം കോടതിയിൽ ഉണ്ടായത് നമ്മുടെ മുസ്ലിം സമൂഹത്തിൽ നിന്നാണ്. അതും മലയാളിയായ ഫാത്തിമ ബീവി. അപ്പോൾ മുമ്പോട്ട് വരാനുള്ള ത്വര വേണം. അതിനർത്ഥം കുടുംബം വേണ്ടെന്നോ, കുട്ടികൾ വേണ്ടെന്നോ, ധർമ്മം വേണ്ടെന്നോ, സംസ്കാരം വേണ്ടെന്നോ, ഇസ്ലാമിക വിശ്വാസം വേണ്ടെന്നോ ഒന്നുമല്ല. ഈ ഓവർ കൺസർവേറ്റീവ് ആകുന്നതിന് ഒരു അർത്ഥവുമില്ല. നമുക്കൊരു ബാലൻസ് വേണം. ആ ബാലൻസ് പലപ്പോഴും വിശ്വാസത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ ശാസ്ത്രത്തിന്റെ നന്മകളെ സ്വായത്തമാക്കണം. കാരണം ശാസ്ത്രവും ദൈവത്തിന്റെ സംഭാവനയാണ്. ഇനി ഞാൻ ദൈവവിശ്വാസി കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, മറ്റൊരു നിരീശ്വരവാദി പറയില്ല. ശാസ്ത്രമെന്നോ അല്ലെങ്കിൽ സയൻസ് എന്നോ വിളിക്കുന്ന കാര്യം ദൈവത്തിന്റെയോ പ്രകൃതിയുടെയോ പ്രപഞ്ചത്തിന്റെയോ ഒക്കെ വരദാനമാണ്. അപ്പൊ ഇതിനോട് മുഖം തിരിഞ്ഞ് നിൽക്കേണ്ട ഒരു ആവശ്യവുമില്ല. ശാസ്ത്രത്തെ പോസിറ്റീവായി നമുക്ക് യൂസ് ചെയ്യാൻ കഴിയണം. ഓർക്കുക, നമ്മുടെ നാട് ഝാൻസി റാണിയുടെ നാടാണ്, റസിയ സുൽത്താനയുടെ നാടാണ്. അതായത് വനിതാ ഭരണാധികാരികൾ പോലും ഉണ്ടായിട്ടുള്ളൊരു നാടാണ്. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് ഝാൻസി റാണി കുട്ടിയെ ഒക്കത്ത് വെച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ കുതിരപ്പുറത്ത് ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്. ഏകദേശം 1000 വർഷം 800 വർഷങ്ങൾക്ക് മുമ്പ് റസിയ സുൽത്താന ഈ നാടിന്റെ അധികാരി ആയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ പ്രശ്നം, ഞാനൊരു ഫെമിനിസ്റ്റ് അല്ല, പക്ഷേ ഈ തീവ്ര ഓർത്തഡോക്സ് വാദം കൂടുതൽ തീവ്ര ഫെമിനിസ്റ്റിന് വളർച്ചയ്ക്ക് ഇടം കൊടുക്കും. വേറൊന്നും കൊണ്ടല്ല, നമ്മൾ സ്ത്രീകളെ ബഹുമാനിക്കാതെ ഓവർ കൺസർവേറ്റീവായി മറ്റേ എന്താ പറയണേ കണ്ണുകൊത്തി കൊണ്ടുപോകുന്നൊന്നും പ്രാക്ടിക്കൽ അല്ല. അതൊന്നും ചെയ്യുകയും ചെയ്യരുത്, അതൊക്കെ അന്യായമാണ്. അപ്പോൾ ഓവർ ആക്കരുത്. നമുക്കെല്ലാം ഒരു ഫാമിലി ഓറിയന്റേഷൻ വേണം, പക്ഷെ മെയിൽ ഷോവനിസം വേണ്ട. ഇത് രണ്ടാണ്. മെയിൽ ഷോവനിസം വേറെ, ഫാമിലി ഓറിയന്റേഷൻ വേറെ. ഫാമിലി ഓറിയന്റേഷൻ വളരെ നല്ലതാണ്, അത്യാവശ്യമാണ് എല്ലാവർക്കും. പക്ഷേ ഫാമിലി ഓറിയന്റേഷന്റെ മറ്റൊരു പേര് മെയിൽ ഷോവനിസം എന്നല്ല. ഈ മെയിൽ ഷോവനിസം ഉണ്ടാകുന്നതുകൊണ്ടാണ് ഫെമിനിസ്റ്റുകളുടെ ഭാഗത്ത് നിന്ന് ഈ ഫീമെയിൽ ഷോവനിസം ഉണ്ടാകുന്നത്. പലപ്പോഴും നമ്മൾ ആണുങ്ങളാണ്, പ്രത്യേകിച്ച് പുരുഷന്മാരുടെ തെറ്റുകൂടി എടുത്ത് പറയുകയാണ്, പുരുഷന്മാരാണ് പല കാര്യങ്ങളിലും ഓവറാക്കുന്നത്. ഈ ഓവറാക്കുന്നത് സഹിക്കാതെയാണ് പലരും ഫെമിനിസ്റ്റ് ആകുന്നത്. ഫെമിനിസം പലപ്പോഴും റിയാക്ഷനാണ്. ഞാൻ ഫെമിനിസ്റ്റുകളെ എന്നും എതിർക്കുന്ന വ്യക്തിയാണ്. ഞാൻ ജീവിതകാലം മുഴുവൻ അവരോട് അടികൂടിയിട്ടുള്ള ആളാണ്. പക്ഷെ പറയുമ്പോൾ സത്യം പറയാതിരിക്കാൻ പറ്റില്ല. നമ്മൾ ആണുങ്ങൾ ചില കാര്യത്തിൽ ഓവറാക്കുന്നതുകൊണ്ടാണ് പലപ്പോഴും സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് റിയാക്ഷൻ വരുന്നത്. അതുകൊണ്ട് ആ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഉത്തരവാദിത്വം നമുക്കാണ്. അൾട്രാ കൺസർവേറ്റീവ്സ് നമ്മൾ എവിടെ കൊണ്ടും എത്തിക്കില്ല. ഏതുപോലെ അൾട്രാ ലിബറലിസവും നമ്മൾ എവിടെ എത്തിക്കില്ല. അൾട്രാ ലിബറലിസം എന്ന ഒരു സമൂഹം തകരും, അൾട്രാ കൺസർവേറ്റീവ്സം വന്നാലും ഒരു സമൂഹം തകരും. അപ്പം ഇവിടെ ഇപ്പൊ സംഭവിച്ചതൊക്കെ ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്തതാണ്. ഒരാളുടെ ജീവനൊക്കെ നഷ്ടപ്പെടുകയാണ്. എന്തിനാണ്? ചുമ്മാ ഡോക്ടറെ കാണിക്കരുത്, ഹോസ്പിറ്റലിൽ പോരുത്, ഇങ്ങനൊക്കെ പറയുന്നതിന് എന്താ അർത്ഥമുള്ളത്? എന്തായാലും ഈ വിഷയത്തിൽ സർക്കാർ കൂടുതൽ ശക്തമായ നടപടികൾ എടുക്കുമെന്ന് പ്രതീക്ഷിക്കാം. അവിടെ പ്രസവാനന്തരം മരിച്ചുപോയ അസ്മയ്ക്കും ആ കുഞ്ഞിനും നീതി കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. വ്യക്തമാണ്. താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.